എന്റെ ഒരു പ്രസന്റ് ലണ്ടനിൽ നിന്ന് അങ്കിളിന് പ്രത്യേകം എഴുതി വരുത്തിയതാ എബിക്ക് തരാൻ. It's a great pleasure. Thank you. ഞാൻ ഇതുകൊണ്ട് ആദ്യം എന്താ എഴുതാന്നറിയോ? എന്താ? Your name, your sweet name, Varsh. Remains in the column covering the top of the packed material. Notice the components of the mixture are absorbed at the top of the column. When all the solution has been poured, the elements are left to solid material. It is allowed to flow steadily through the column. When the developer percolates, ഞാനൊന്ന് ലൈബ്രറി വരെ പോയിട്ട് വരാം. നീയും വേൾഡ് ബാങ്കിന് കടം വാങ്ങി. ഇതല്ല കേസ്. കുട്ടി ഒന്ന് അവിടെ നിന്നേ. വലിയ കഷ്ടമുണ്ട് കേട്ടോ. ഇതിലും ഭേദം ആ പേന എങ്ങോട്ടെങ്കിലും വലിച്ചെറിഞ്ഞ് കളയുന്നായിരുന്നു. $150 വില. അത് പോട്ടെ, റോയൽ ടൈപ്പാണ്, സൂക്ഷിച്ചുപയോഗിച്ച കാലകാലം നിൽക്കുമെന്ന് അങ്കിൾ പ്രത്യേകം പറഞ്ഞതാ. എന്നിട്ടാ ആ കുട്ടി ആ പേന അപമാനിക്കുന്ന വലിയ കുത്തി വരച്ചത്. വേണ്ടെങ്കിൽ വാങ്ങാതിരിക്കാൻ വരുന്നില്ലേ? ഐ എം സോറി, വർഷയ്ക്ക് ഇത്രയ്ക്ക് ഹേർട്ട് ചെയ്യുമെന്ന് ഞാൻ അറിഞ്ഞില്ല. അയ്യോ സാരമില്ല. എപ്പോഴും ഇഷ്ടപ്പെട്ട് ഓരോന്ന് കളക്ട് ചെയ്യും. എബിക്ക് വേണ്ടി, എബിക്ക് തരാൻ. ചിലതൊക്കെ തരും, ചിലതൊക്കെ പിന്നൊരിക്കലാവാന്ന് കരുതി മാറ്റിവെക്കും. അങ്ങനെ എന്റെ മുറി നിറയണ്ട ഇപ്പോ. ഒരു തമാശ ഒപ്പിച്ചതിലൂടെ ഞങ്ങള് അവനിങ്ങനെ ഫീൽ ചെയ്താലോ? കുട്ടിക്കാലം മുതലേ ഞങ്ങളുടെ പതിവാ. അവൻ എന്ത് കിട്ടിയാലും അത് എനിക്ക് തരും, എനിക്ക് എന്ത് കിട്ടിയാലും ഞാൻ അവന് കൊടുക്കും. രണ്ടുപേർക്ക് എന്തെങ്കിലും കിട്ടിയാൽ ഞങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യും. അതുകൊണ്ട് ഇനി എന്തെങ്കിലും പ്രസന്റ് അവന് കൊടുക്കണമെന്ന് തോന്നിയാ അതെനിക്ക് തരണം, എന്നാലും അവന് കിട്ടൂ. അപ്പോഴേ ഹൃദയം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നേരിട്ട് കൊടുത്താൽ മതി. അതിന്റെ ബ്രോക്കർ പണിക്ക് എന്നെ കിട്ടില്ല, മനസ്സിലായോ? ആ പേന തിരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു തുടക്കാവട്ടെ. റൂട്ട് ക്ലിയർ ആവുമ്പോ എന്റെ വക ഒരു പ്രസന്റ് ഉണ്ട് തനിക്ക്. ഓക്കെ? ഓൾ ദി ബെസ്റ്റ്, 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 ഓൾ ദി ബെസ്റ്റ്. താൻ ഇവിടെ തന്നെ കറങ്ങിയെടുക്കണം. എല്ലാവരും ഉണ്ട് ഹാളില്. ഫൈനൽ റിഹേഴ്സൽ ഇന്ന് തന്നെ നടത്തിക്കോ. മറ്റന്നാൾ രാവിലെ എന്നുള്ളത് മാറി നമ്മൾ നാളെ ഉച്ചക്ക് പുറപ്പെടുക ബാംഗ്ലൂർക്ക്. അതെന്താ ഇത്ര പെട്ടെന്ന്? മറ്റു കോളേജിൽ നിന്നൊക്കെ നാളെ തന്നെ പുറപ്പെടുക. ജോസഫ് സാറിനോട് ചോദിച്ച ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരും. ചെല്ലേ, ഒന്ന് സഹായിക്കടാ. എത്ര ദിവസം ഉണ്ട് യൂത്ത് ഫെസ്റ്റിവൽ? യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ അങ്ങനെ കൊച്ചാക്കണ്ട. ഇന്റർ യൂണിവേഴ്സിറ്റി ഫെസ്റ്റ് എന്ന് തന്നെ പറയണം. ആ പെരട്ട തന്നെ ഡയറക്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്റർ യൂണിവേഴ്സിറ്റി പോയിട്ട് യൂണിവേഴ്സിറ്റിയിൽ പോലും മക്കൾ എത്തൂലായിരുന്നു. ഇതിപ്പോ ജോസഫ് സാറിന്റെ സംവിധാനത്തിന് മിടുക്ക്. അല്ലാതെ സോണ ജേക്കബ് ജോബിന്റെയും സംഘത്തിന്റെയും പെർഫോമൻസിന് മിടുക്കല്ല. ഇതാടാ അസൂയ എന്ന് പറയുന്നത്. എല്ലാം എടുത്തു വെക്കാം, ഒന്നും മറക്കണ്ട. പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒന്ന് ഇവള് മറക്കും മായാമി. പിന്നെ അതും കൊണ്ട് ഞാൻ ബാംഗ്ലൂർ വരെ പോകേണ്ടി വരും. പോണം, അങ്ങനെയാണല്ലോ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. നിനക്കും കൂടി വരാമായിരുന്നു. അതെങ്ങനെ? യൂണിവേഴ്സിറ്റി ടീമിന്റെ സെലക്ഷൻ ക്യാമ്പ് കൃത്യം ഈ ഡേറ്റ് തന്നെ കൊണ്ടുവച്ചില്ലേ? ഈ 5-6 ദിവസം നിന്നെ കാണാതെ എങ്ങനെയാടാ ഞാനും ഇപ്പൊ അത് ആലോചിച്ചേ. ഓർമ്മ വെച്ചേ പിന്നെ ഈ മരമാക്രിയെ കാണാതെ ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല. അല്ലേ മമ്മി? ഇതിപ്പോ ഒരാഴ്ച. ഹാപ്പി. കേട്ടോടെ ബേബി ഇവള് പറഞ്ഞത്. ഇക്കണക്കിന് ഇവള് ഒരുത്തന്റെ കൂടെ കെട്ടിച്ചു വിട്ടാ പിന്നെ നിന്നെ കണ്ട ചിലപ്പോ തിരിച്ചറിയും കൂടി ഇല്ലേ ഇവള്. ഏയ് മമ്മി ഒരു തമാശ പറഞ്ഞല്ലടാ, അതിന് നീ മൂഡ് ഓഫ് ആവുന്ന എന്തിനാ? ഐ എം സോറിഡാ. നിന്നെ കാണാതിരുന്ന എനിക്കും ഉണ്ടാവില്ലടാ വിഷമം. അത് പിന്നെ എനിക്ക് അറിഞ്ഞുകൂടെ? ഈ ഒരാഴ്ച എന്ന് പറഞ്ഞ പെട്ടെന്ന് അങ്ങ് പോവില്ലേടാ. അത് പെട്ടെന്ന് പോവില്ല. ഒരാഴ്ച എന്ന് പറഞ്ഞാൽ ഒരാഴ്ച തന്നെ. ഞാൻ ദിവസവും നിന്നെ അവിടുന്ന് വിളിക്കാടാ. വിളിച്ചില്ലെന്ന് തന്നെ ഞാൻ കൊല്ലൂല്ലോ. എസ്റ്റേഡിക്ക് വേണ്ടി കുറച്ചും കൂടി ഫണ്ട് അനുവദിക്കാൻ പപ്പയോടൊന്ന് റെക്കമെൻഡ് ചെയ്യോടാ. ഞാൻ ഏറ്റു. എന്നാ ഞാൻ പോട്ടെടാ. പെട്ടെന്നാവട്ടെടാ. ഞാൻ പോവാടാ. ശരിടാ. ഡാ. ഓ ടാറ്റ. ബൈ ബൈ. ഹായ്. വേഗം വാ. ഹായ് പ്രകാശ്. എന്താ ഇത്ര ലേറ്റ് ആയത്? ബോസ് ഈസ് ഓൾവേസ് ലേറ്റ്. എത്തി ഉടനെ വിളിക്കാൻ മറക്കണ്ട കേട്ടോ. ഓക്കേ. ഓക്കേ. താങ്ക് യു. ബൈ. ഓക്കേ ബോസ്, ഓൾ ദി ബെസ്റ്റ്. ബൈ. സീ യു. എബി, ടേക്ക്
അങ്ങനെ സയാമീസ് ഇരട്ടകൾ വേർപിരിഞ്ഞു. നമ്മുടെ ഇട്ടിച്ചേന്റെ മോളില്ലേ ജെൻസി, അവളുടെ ഇച്ചായന്റെ സിസ്റ്റർ ലീനയാ പറഞ്ഞത്. ആ സെയിം പാറ്റേണാ, അത് തന്നെ. ആ ഫെമിനിയില് മറിയ ആൻഡ്രൂസിന്റെ ഫാഷൻ പേജ് കണ്ടില്ലേ, അത് തന്നെയാ. ഒരു 10 പവനെങ്കിലും കാണും. പക്ഷേ നമ്മൾ ഓർഡർ ചെയ്ത് ഗുഡ് നൈറ്റ് ആന്റി. എന്തോ നാടാ ഇത്. ഇന്ന് എന്നെ സംസാരിച്ചില്ലെങ്കിൽ ആകാശം ഇടിഞ്ഞു വീഴുന്ന കാര്യമല്ലേ. അവളിപ്പോ ബാംഗ്ലൂരിൽ നിന്ന് വിളിക്കും, ഇവിടുത്തെ ഫോൺ എങ്കിലും ആക്കാതെ. എടാ എന്റെ പൊന്നു മോനെ, മമ്മി വലിയൊരു അന്താരാഷ്ട്ര പ്രസിഡന്റ് ചർച്ച ചെയ്യുമല്ലായിരുന്നോ? സോന പിന്നെയാണേലും വിളിക്കും. അവളുടെ ഒരു മരിയ ആൻഡ്രൂസ് ഫെമീന. അയ്യടാ. ഹലോ ഹലോ. ഇല്ലല്ലോ, സണ്ണി ഡോക്ടർ മദ്രാസിൽ പോയിരിക്കുക. ഒരാഴ്ച കഴിഞ്ഞ വരൂ. ആ പറഞ്ഞേക്കാം. ഡാടാ, ഞാനിവിടെ ജീവനോടെ പന പോലെ ഇരുന്നിട്ടും ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞ എന്റെ പപ്പ അതാ രാധാകൃഷ്ണൻ ഡോക്ടറാ. ഇനി നിങ്ങളുടെ അന്താരാഷ്ട്ര കത്ത് കൂടെ കഴിയുമ്പോ അവൾ അവിടെ എസ് ടി ഡി ബൂത്ത് കിടന്നുറങ്ങേണ്ടി വരും. ആ മക്കള് പ്രായപൂർത്തിയായി കഴിഞ്ഞാ പിന്നെ അപ്പനും അമ്മമാർക്കും ഒരു ഫോൺ വിളിക്കാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലല്ലോ. ഹലോ. ഹായ്, ദിസ് ഈസ് സോന കോളിംഗ് ഫ്രം ദി ഗാർഡൻ സിറ്റി. ദിസ് ഈസ് എബി സ്പീക്കിംഗ് ഫ്രം ദി ക്വീൻ ഓഫ് അറേബ്യൻ സീ. എപ്പോ എത്തിയടാ നീ? ഈവനിംഗ് 7:30 ഹോട്ടലിലെത്തി ഫ്രഷ് ആയി ഉടനെ നിന്നെ വിളിക്കുക. നീ അവിടെ എന്തെടുക്കുവാ? നിന്റെ ഫോണും കാത്തിരിക്കായിരുന്നടാ, കൊറേ നേരമായി. നിനക്കെന്നെ കാണാതെ ബോറടിക്കുന്നുണ്ടോടാ? അയ്യോ ഭയങ്കര ബോറാടാ, കോളേജ് പോകാൻ തന്നെ തോന്നുന്നില്ല. ആ നിന്റെ സെലക്ഷൻ എന്തായി? ചിലപ്പോ കിട്ടുമായിരിക്കും, നോക്കാം. ഭക്ഷണം കഴിച്ചിട്ടില്ല കേട്ടോ. ഇത്രയും നേരം STD സംസാരിക്കാൻ അവളുടെ കാശുണ്ടാവോടാ? ഉണ്ടായിരിക്കും. നീ അന്നേ ഞാൻ അവളോട് ഒരു ഹലോ പറയട്ടെ. നീ അന്നേ ഹലോ മോളെ, ബാംഗ്ലൂർ എന്നൊക്കെ ഉണ്ട് വിശേഷം? കുറെ നേരമായല്ലോ. ഞാൻ അവളോട് 2 വർത്താനം കൈ കിട്ടോ. ഹലോ. ആ പിന്നെ എന്തൊക്കെയുണ്ട് പറയടാ. മായാമൻ ജോബച്ചാനോടെ കാത്തിരിക്കാ. ഇപ്പൊ തന്നെ വിളിച്ചേക്ക്. നീ നാളെ വിളിക്കൂലേ? അല്ലേ വേണ്ട, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഹോട്ടലിലെ നമ്പർ എത്രയാ? 8273-561. നീ ഒരു പേന എടുത്ത് എഴുത്, മറക്കും. ഇല്ലടാ, 8273-561 അല്ലേ? റൂം നമ്പർ 403. ശരി, നീ നിന്റെ നാടകവും കുറച്ചൊക്കെ തീർത്ത് പെട്ടെന്ന് ഇങ്ങോട്ട് വാ, ഞാൻ വെയിറ്റ് ചെയ്യാ. ഓക്കേടാ, ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്. குட் நைட் குட் நைட். காணாமல் இருக்கும் பொழுது கண் துடிக்கும், பேசாமல் இருக்கும் பொழுது நெஞ்சம் படபடக்கும். ஐ அண்டர்ஸ்டுட் எவ்ரிதிங் அபேஸ். இதுதான் காதல் ஏக்கம் என்பது. பக்கத்துல இருக்கும்போது சும்மா இருக்கிறது, எங்கேயோ போனதுக்கு அப்புறம் போன் வரலன்னு போனையே முறைச்சு பாக்குறது. இந்த மாதிரி காதல் ஏக்கத்தை நான் எத்தனை படத்துல பாத்திருக்கேன் கண்ணா. ഒന്ന് ചുമ്മാ ഇരി. ഇത് കാതൽ ഏക്കോറക്കൊന്നുമല്ല. ഞങ്ങൾ തമ്മിൽ അങ്ങനെ പിരിഞ്ഞിരുന്നിട്ടില്ല. കാണാതായപ്പോ ഒരു ഇത്. அந்த இதுதானப்பா அது. இந்த இதெல்லாம் என்கிட்ட விடாம மனசுக்குள்ள பதுக்கி வச்சிருக்கிறது எல்லாம் கொஞ்சம் கொஞ்சமா இன்ஸ்டால்மெண்ட்ல வெளியில எடுத்து விடு. அதுவும் இல்லாம பாப்பா பக்கத்து வீடு, பாக்குறதுக்கு அழகான பொண்ணு, என்ன மாதிரி சிகப்பான பொண்ணு. சும்மா லவ் பண்ண வேண்டியதானே. ஏதோ நீங்க கொஞ்சம் லவ் பண்ணா எனக்கு கொஞ்சம் டைம் பாசிங்க. அதை விட்டுட்டு ஃப்ரெண்டாவது கிண்டாவது வேஸ்ட். பஞ்சும் நெருப்பும் பக்கத்தில் இருந்தால் நெருப்புத்தான் வரும். தீ ஃபயர், ஃபயர் தான் காதல் என்பது. அதுதான் காதலின் தத்துவம். லவ்ஸ் ഫിലോസഫി. മതി, ലവ്സ് ഫിലോസഫി. ഇനി ലവ്സ് ഒന്നോ കാതലൊന്നും മിണ്ടിയ. സോന അറിഞ്ഞ എന്താ കരുതുക? പപ്പയും മമ്മി അറിഞ്ഞ എന്താ കരുതുക? ஐயடா ஆத்திரிக்கா பஜ்ஜி கொலக்கட்டை. எல்லாருக்கும் தெரிஞ்சு பண்ணனா அது காதல் இல்லப்பா. யாருக்கு தெரியாம பண்ணினா தான் அது காதல். இந்த மாதிரி காதலை எத்தனை படத்துல பாத்திருக்கேன். இந்த எத்திரிக்கா பட்டி குட்டி பேசாம சாப்பிட்டு படுத்து தூங்கு மகனே. தூங்கும் போது சும்மா தூங்காத, கனவு கண்டுகிட்டே தூங்கு. ஸ்வீட் ட்ரீம்ஸ். வந்துருச்சு ஆசையில் வாடி வந்தேன், காதல் வந்துருச்சு. George Bernard Shaw became a vegetarian when he was 25. His reading of the works of the English poet Shelley had some influence in leading him to refrain from eating meat. But the stronger motive was his deep feeling that animals are our fellow beings and should not be slain for human food. ഫ്രണ്ട് ബാംഗ്ലൂർക്ക് പോയില്ലേ? അതാ ഫ്യൂസ് പോയ ബൾബ് പോലെ ഈ ഇരിപ്പ്. എന്താ ഈ അവർ ക്ലാസ് കിട്ടിയത്? ഒന്നുമില്ല. വർഷം എന്താ കറഞ്ഞേ? അത് ഒന്നുമില്ല. എന്നോട് കുറച്ചു നേരം സംസാരിക്കാൻ വിനോദമുണ്ട് എബിക്ക്? എനിക്ക് ക്യാൻറ്റീനിൽ പോയി ഒരു കാപ്പ് കുടിക്കാം. എനിക്ക് വേണ്ട, വർഷം പോയി കുടിച്ചിട്ട് വരൂ. അയ്യേ എനിക്കും വേണ്ട, വെറുതെ സംസാരിക്കാൻ. എനിക്ക് സംസാരിച്ചോളൂ.
ഇവിടെ എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കാൻ നമുക്ക്. ഇന്ന് ആദ്യമായിട്ടാ എബി ഒന്ന് തനിച്ച് കിട്ടുന്നത്. എബി ഇരിക്കേ. ആ. നമുക്ക് ബെസ്റ്റ് വിഷസ് നേർന്നിട്ടാ സോന പോയത്. തിരിച്ചു വരുമ്പോ പറയാൻ ഒരു സർപ്രൈസ് ഉണ്ടാവണമെന്നും പറഞ്ഞു. എബി എന്തോ ആലോചിക്കുകയാണ്. ഏയ് ഒന്നുമില്ല. യു മിസ് ഹർ അല്ലേ? അത്രയ്ക്ക് ഇഷ്ടമാണോ ആ കൂട്ടുകാരിയെ? വർഷയ്ക്ക് ഊഹിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ. അതുകൊണ്ടാണോ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്? ഞാൻ അവോയ്ഡ് ചെയ്യുന്നില്ലല്ലോ, വർഷയ്ക്ക് വെറുതെ തോന്നിയതാവും. എന്നു മുതലേ ഞാൻ എബിയെ ശ്രദ്ധിക്കാൻ തുടങ്ങിയെന്ന് എനിക്കറിയില്ല. ആദ്യമൊക്കെ ഡൗട്ടായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പ്. ഇടയ്ക്ക് ഓർക്കും സോന ആവാൻ ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നെന്ന്. ഞാനൊരു കാര്യം തുറന്നു ചോദിച്ചോട്ടെ, ഈ ഫ്രണ്ട്ഷിപ്പ് വെറും ജാടയല്ലേ? ലോകത്തിൽ ഒരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഇങ്ങനെ ഫ്രണ്ട്സ് മാത്രമായിട്ട് കഴിയാൻ പറ്റില്ല. എപ്പോഴെങ്കിലും മനസ്സ് നാടും. അല്ലെങ്കിൽ ഒന്ന് കാണാതാവുമ്പോഴേക്കും ഇങ്ങനൊരു ഫീലിംഗ്, ഇങ്ങനെ ഈ ടെൻഷൻ ഒരിക്കലും ഉണ്ടാവില്ല. ഉള്ളിന്റെ ഉള്ളിൽ അറിയാതെ എബി സോനെ സ്നേഹിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ എന്തിനാ വേറൊരു കാരണവുമില്ലാതെ എന്റെ ഇഷ്ടം എബി കണ്ടില്ലെന്നടിക്കുന്നത്? സോനയോട് തോന്നുന്നത് വെറും ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമാണെങ്കിൽ എന്നെങ്കിലും ഒരിക്കൽ എന്റെ ഇഷ്ടം എബി തിരിച്ചറിയും. എനിക്ക് ഉറപ്പുണ്ട്. അതെന്നായാലും അതുവരെ ഞാൻ കാത്തിരിക്കും. എന്റെ കോളാണ് മാം. ഹാപ്പി ബർത്ത്ഡേ ഡാ. Many many happy returns of the day. താങ്ക് യു എബിഡാ. ഇന്നലെ രാത്രി തന്നെ ഞാൻ കോൾ ബുക്ക് ചെയ്തിട്ട് കിടന്നത്. ആദ്യം വിളിക്കുന്നത് ഞാനായിരിക്കണമെന്ന് കരുതിയിട്ട്. പക്ഷെ നീ എന്നെ പറ്റിച്ചു. നിന്നോട് ആരോട് ആദ്യം വിളിക്കാൻ പറഞ്ഞത്? എനിക്കറിയാം നീ വെളുപ്പിനെ എന്നെ വിളിക്കുമെന്ന്. അതുകൊണ്ടല്ലേ അതിന് മുമ്പേ ഉണർന്ന് ഞാൻ വിളിച്ചത്. നമ്മൾ ഒരുമിച്ചല്ലാത്ത ആദ്യത്തെ ബർത്ത്ഡേ ജീവിതത്തില്. ഐ മിസ് യുടാ. മിസ് യു ടൂടാ. കഷ്ടായി പോയി. ഞാനിവിടെ ആരോടും മിണ്ടിട്ടില്ല ബർത്ത്ഡേയുടെ കാര്യം. സണ്ണി ചായനോടും ബേബ് ആന്റിയോടും പപ്പയോടും മമ്മിയോടും ഒക്കെ പറഞ്ഞേക്ക് ഇന്ന് ആഘോഷം ഒന്നും വേണ്ടാന്ന്. ഞാൻ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് അടിച്ചു പൊളിക്കാം. ഓക്കേടാ. പിന്നെ നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. അതിനു മുൻപ് നിനക്കുണ്ട് ഒരു സർപ്രൈസ്. അതെന്താ? ആദ്യം നിന്റെ സർപ്രൈസ് പറ. ആദ്യം നീ പറ. ഓക്കെ, നീ ഫോൺ വെച്ചിട്ട് നേരെ വീട്ടിൽ ചെന്ന് എന്റെ ബെഡ്റൂമിൽ ഹെഡ് റെസ്റ്റിന്റെ മുകളിലെ ഷെൽഫ് തുറന്ന് നോക്ക്. ഓക്കെ, അതിനു മുമ്പ് എന്റെ സർപ്രൈസ്. നീ ഫോൺ വെച്ചിട്ട് ആ റൂമിന്റെ വാതിൽ തുറന്നു നോക്കിയേ. നോക്ക്, ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാം. ഓക്കെ. ഹാപ്പി ബർത്ത്ഡേ ടു യു സോന ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫ്രം എബി. ഇന്നലെ പാതിരാക്കി അവൻ ഫോൺ ചെയ്തിട്ട് രാത്രി തന്നെ എവിടുന്നെങ്കിലും ഒരു ബൊക്കെ സംഘടിപ്പിച്ച് രാവിലെ സോനയെ വിളിച്ചുണർത്തി തരാൻ ഞങ്ങളെ ഏൽപ്പിച്ചു. രാത്രി ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല. മിനിമം 5-6 പ്രാവശ്യം വിളിച്ചു കാണും. പുലർച്ചെ വീണ്ടും വിളിച്ചു. ഹാപ്പി ബർത്ത്ഡേ സോന. താങ്ക് യു.